നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഒറ്റയ്ക്ക് വരുന്നില്ല. എങ്കിൽ പിന്നെ നമുക്കൊരു ഫാമിലി പാക്കിന്റെ സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിച്ചാലോ? എനിക്ക് സ്ട്രോബെറിയും വേണ്ട, വാനിലയും വേണ്ട. ഞാൻ അമ്മൂട്ടിയോട് പിണക്കോ? അമ്മൂട്ടിയോട് പിണക്കോ? അമ്മൂട്ടിയോട് പിണക്കോന്ന് ഇങ്ങനെ ആവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ദേ, ഇനിയും മിണ്ടാതിരിക്കാനാണ് പ്ലാനെങ്കിൽ ഞാനും മിണ്ടില്ല. ഞാനും മിണ്ടില്ല. ആരോ വന്നെന്ന് തോന്നുന്നു. ആരും നോക്കിയ മോളെ? ഇല്ല, ഞാൻ നോക്കില്ല. മാലിനി, അവര് വന്നെന്ന് തോന്നുന്നു കേട്ടോ. എങ്കിൽ പിന്നെ ഞാൻ തന്നെ പോയി നോക്കിയിട്ട് വരാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മോൾ എന്നോട് പിണക്കമല്ലേ? ഹായ്, ആദ്യം വന്നു. എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരുന്നതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ മോളെ? ഞങ്ങൾക്ക് മോളെ കാണണം തോന്നി വന്നു. ഇന്നത്തെ ദിവസം ഞാൻ ആദ്യം ഇവിടെ നിന്ന് വിടില്ല. നമുക്കിന്ന് മൊത്തം കളിക്കണം. വാ, നമുക്ക് കളിക്കാം. അച്ഛമ്മ, മാലിനി, എന്തൊക്കെയാണ് വിശേഷം? ഓ, എന്ത് വിശേഷം. ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. മോന്റെ പനിയൊക്കെ മാറിയായിരുന്നോ? മഴമോളുടെ വീട്ടിലേക്ക് പോകുന്നു പറയുന്നവരെ പനി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം എടുത്തപ്പോ തന്നെ പനി പമ്പ കടന്നു. ആള് ചാട്ടും ബഹളമൊക്കെ തുടങ്ങി. സർ, വാ ഇരിക്കെ. ആ, നിങ്ങളെ സംസാരിച്ചിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവര് മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, നമുക്ക് പോവാം. വാ. എന്താ സർ? എന്താ മുഖത്തൊരു വല്ലായ്മ? കളക്ടറേറ്റിൽ നിന്ന് പഠിക്ക് പുറത്തായ IAS കാരുടെ വല്ലായ്മയായിരിക്കും. ആത്മനിന്ദ IAS കാരിക്ക് അത്ര നല്ലതല്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട സുന്ദരി. അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിലുള്ള ഒരു ടെൻഷൻ. ഏയ്, അതൊക്കെ ശരിയാവുന്നേ. ആ, വീട് നോക്കാൻ പോയിട്ടെന്തായി? അത് പോയില്ല. തനിച്ച് പോയിക്കളാന്ന് പറഞ്ഞിട്ട്? അത് തനിച്ചു പോകാൻ തോന്നിയില്ല. ഇന്നലെ രാത്രി സുന്ദരി എന്നെ വിളിച്ചിരുന്നു അല്ലേ? മഴമോൾക്ക് ആദ്യയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതാ വിളിച്ചത്. ഓ, അല്ല, സുന്ദരിക്ക് എന്നോട് സംസാരിക്കണമെന്നില്ലായിരുന്നോ? ശ്രുതിയെ ഫോൺ എടുത്തത്. സർ, മോനും ഉറങ്ങിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉറങ്ങാൻ കിടന്ന കഥക് ലോക്ക് ചെയ്യും. ഫോൺ റൂമിനകത്തുണ്ടായിരിക്കും. അപ്പൊ പിന്നെ ശ്രുതി എങ്ങനെ ഫോൺ എടുക്കുന്നേ? സുന്ദരി എന്നെ വിളിച്ചപ്പോ ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്തെങ്കിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്നർത്ഥം. പിന്നെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? രാവിലെ ഫോൺ നോക്കുമ്പോ സുന്ദരിയുടെ ഞാൻ അറിയാത്തൊരു കോൾ വന്നതായി കണ്ടു. കോൾ റെക്കോർഡിംഗ് എടുത്ത് ഞാൻ കേട്ടു നോക്കി. സുന്ദരിക്ക് ദേഷ്യം തോന്നി എന്നോട്. അയ്യോ, എന്തിന്? അല്ല, വെറുതെ ചോദിച്ചതാ. അല്ല സർ, സാർ ഉറങ്ങിയെന്ന് ശ്രുതി എന്തിനാ കള്ളം പറഞ്ഞത്? ശ്രുതിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അമ്മ തന്നെ പറഞ്ഞതല്ലേ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കുട്ടിക്ക്. സത്യം പറഞ്ഞ ശ്രുതിയെക്കുറിച്ച് അവൾ ചിന്തിക്കുന്ന രീതിയിൽ ഒന്ന് ആലോചിക്കാൻ പോലും ആവില്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ വെറുതെ എന്തിനാ സർ ആ കുട്ടിയെ മോഹിപ്പിക്കുന്നത്? ആര് മോഹിപ്പിച്ചെന്ന്? അവളങ്ങ് സ്വയം തീരുമാനിക്കുന്നതല്ലേ കാര്യങ്ങള്. സുന്ദരിയുടെ കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞത് പോലും എന്റെ ജീവിതത്തിൽ നിന്ന് സുന്ദരി ഒഴിവാക്കിയെടുക്കണമെന്ന് തോന്നിയതുകൊണ്ടാവും. എന്ന് വെച്ചാൽ? സുന്ദരിയുടെ അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ അവൾ ഇന്നലെ തന്നെ അമ്മയോട് ചോദിച്ചറിഞ്ഞു. ഭർത്താവില്ലാത്ത ഒരു മകളുടെ അമ്മ, ഞാൻ ഭാര്യയില്ലാത്ത ഒരു മകന്റെ അച്ഛൻ. ഒരു റിലേഷൻഷിപ്പിനുള്ള എല്ലാ സാധ്യതയും ശ്രുതി ഇതിൽ കാണുന്നുണ്ടാവും.
അങ്ങനെ ഒരു സംശയം ശ്രുതിക്ക് തോന്നിയാൽ അതൊരു മോശം സംശയമാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ അതിന് എന്ത് മറുപടി പറയേണ്ടത്? എന്ത് മറുപടി പറയണമെന്ന് എന്നോട് ചോദിച്ചാ അതിനെന്ത് മറുപടിയാ ഞാൻ പറയേണ്ടത്? അല്ല, വിനീതും ലക്ഷ്മിയമ്മയ്ക്ക് എവിടെ? ചേട്ടായി കടയിൽ പോയി. പിന്നെ ലക്ഷ്മിയമ്മ ഇവിടെ വന്ന ശേഷം കൊല്ലം ജില്ലയിലെ ഓരോ അമ്പലത്തിലും കയറി ഇറങ്ങുകയല്ലേ. പതിവ് തെറ്റിക്കാതെ ഇന്നും ഏതോ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നീ അതവിടെ വെച്ചേക്ക് മോനെ, ഞാൻ ശരിയാക്കിക്കോളാം. ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നല്ലേ? ഇങ്ങനെയെങ്കിലും കുറച്ച് കണ്ണീര് പോട്ടെ, അത് നല്ലതാ. കരയാനുള്ളത് മുഴുവൻ ഒരുമിച്ച് കരഞ്ഞു തീർത്തതല്ലേ, ഇനി ഇങ്ങനെ കൂടി കരയണോ? ഏതായാലും ഇവിടേക്ക് വരാനിറങ്ങിയപ്പോ അമ്മയ്ക്ക് ആ മഴമോളെ കൂടെ കൊണ്ടുവരായിരുന്നു. അല്ലാതെ തന്നെ ഇപ്പൊ വീട്ടിൽ എല്ലാവർക്കും നിന്നെ സംശയവാ. എപ്പോഴും മഴയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട അവരുടെ വീട്ടുകാരെന്തു വിചാരിക്കും? കുഞ്ഞ് അവരുടേതല്ലേ. ഞാൻ തന്നെ എന്തു പാടുപെട്ട വീട്ടിൽ നിന്ന് ഇറങ്ങുന്നെന്നറിയോ? ഒരിക്കൽ മാലിന്യം നിന്നെ എവിടെയോ വെച്ച് കണ്ടു. അമ്പലത്തിൽ വെച്ച് വിനീത് നിന്നെ കണ്ടു. അവർക്കൊക്കെ ഇപ്പൊ എന്നെയും കൂടി സംശയ. വിനീതിന്റെ കയ്യിൽ എവിടുന്നോ എന്റെ നമ്പർ കിട്ടി. അയ്യോ, അതെവിടുന്ന്? നീ എങ്ങനെ അറിഞ്ഞു? നമ്പർ കിട്ടുകയും ചെയ്തു, അവൻ എന്നെ വിളിക്കുകയും ചെയ്തു. ഞാനും ഒരു അബദ്ധം കാണിച്ചു. കാർത്തിക് സാറാണോ എന്ന് ചോദിച്ചപ്പോ അതേന്ന് ഞാൻ പറഞ്ഞുപോയി. അയ്യോ, ആരാണെന്ന് കൃത്യമായി പറയാതെ എന്റെ വീട് എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോ തന്നെ അപകടം നടന്നു. പെട്ടെന്ന് അവന്റെ ശബ്ദം ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. എന്റെ ഭഗവതി, കുഴപ്പമാവോ മോനെ? ഓ, എന്തു കുഴപ്പം? ആ നമ്പർ തന്നെ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. അതല്ലേ അമ്മയ്ക്ക് ഞാൻ വേറൊരു നമ്പർ വിളിച്ചു തന്നത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നിന്റെ നമ്പർ വിനീത് സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോ അവൻ നിന്നെ അന്വേഷിച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നല്ലേ? വരട്ടെ അമ്മേ, ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചാൽ കൂടുതലൊന്നും ഇനി സംഭവിക്കാനില്ലല്ലോ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അതിനൊരുങ്ങി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. നോക്കിക്കോ, ഇനി ഞാൻ ജയിക്കും. വേണ്ട പഴ, നമുക്ക് വേറെന്തെങ്കിലും കളിക്കാം. ആ, അതാ നല്ലത്. വേറെ എന്തെങ്കിലും കളിക്കാം. ഇല്ല, എനിക്ക് ആദ്യം തോപ്പിക്കണം. ഒന്നും കൂടി പിടിച്ചേ പറ്റൂ. നിന്നെ ഞാൻ തോപ്പിക്കും. എങ്കിൽ വാ പിടിക്കാം.